ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്കിനി അധികം ദിവസങ്ങളിലില്ല നോമ്പുകാലത്തേക്ക് പ്രവേശിക്കാൻ. ഈ ദിവസങ്ങളിലും നോമ്പുകാലത്തുമൊക്കെ ദൈവം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുക. ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വചനഭാഗം വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ജോയൽ 2-ാം അധ്യായം 12 മുതൽ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. വീണ്ടും നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോണിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം. നമ്മുടെ അനുദിന ജീവിതത്തിലും പ്രത്യേകിച്ച് നമ്മളൊരു നോമ്പുകാലം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഒരു ജാഗരണ പ്രാർത്ഥന നടത്തുമ്പോൾ, ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു വചനവും വചന സന്ദേശവുമാണ്. നിങ്ങളൊക്കെ ഒത്തിരി പേര് നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുന്നവരാണ്. നേരത്തെയൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ആരെങ്കിലും വരുന്നെന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയി എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് ആ ചപ്പിചാവറെല്ലാം കൂടെ കതകിൻ്റെ പുറകിലേക്ക് ഇട്ടിട്ട് കഥ അങ്ങനെ ഇട്ടേ. അപ്പം ആര് പരിക്കാത്തോട്ട് കയറിയാലും കതകിൻ്റെ പുറകിൽ എന്നാ കിടക്കണം എന്നാരും നോക്കാറുണ്ട്. അപ്പം അവർ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഓക്കെ. മാലിന്യം മാറ്റാത്ത ക്ലീനിങ് നടത്തുന്ന പരിപാടി പലരും ചെയ്യുന്ന. ഇതൊക്കെ അറിയാമല്ലോ, നിങ്ങളുടെ മുറിയിൽ എന്തെങ്കിലും ദുർഗന്ധം വമിക്കുന്ന സാധനം, അതേ വേണേ ഒരു പല്ലി അവിടെ ചീഞ്ഞു കിടന്നാലും മതി, എലി ചീഞ്ഞു കിടന്നാലും മതി, അതിൻ്റെതായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം ഈ ദുർഗന്ധം വമിക്കുന്നത് നമ്മുടെ വണ്ടിക്കകത്തോ നമ്മുടെ മുറിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാവും. ഒരാൾ ചെന്നിട്ട് ഈ ദുർഗന്ധത്തിന് പരിഹാരമായിട്ട് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് റൂം സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കും. എത്ര നേരത്തേക്ക് കാണും? റൂം സ്പ്രേ അടിച്ചാലും അപ്പം ഇച്ചിരി ഓക്കെ, ആ ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ദുർഗന്ധം. അതുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മാലിന്യം നീക്കിക്കൊണ്ടുള്ള ക്ലീനിങ്, അതാണ് ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട, പ്രവൃത്തിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എളുപ്പമാണ്. അഡ്ജസ്റ്റ്മെന്റ് അല്ല നമുക്ക് വേണ്ടത്, അടിസ്ഥാനപരമായ മാറ്റം. ഇനി ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മാറ്റം വരുത്താതെ കണ്ട് റിസൾട്ട് കാത്തിരുന്നാൽ അത് നമുക്ക് ഉണ്ടാവണമെന്നുമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ശരിയായിട്ടുള്ളൊരു ക്ലീനിങ് നടത്തി നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തണം എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഒബാദ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. ഒബാദ്യ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം പറയുന്നത്, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട ഒരു വചന സന്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പ്രവർത്തികൾ
നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. പരിയുണ്ട്, നമുക്കറിയാലോ. നമ്മള് തെങ്ങിന്റെ ചോട്ടി നിൽക്കുമ്പോഴാണേലും മുകളിലോട്ട് നോക്കും. അല്ല ഉണക്കത്തേങ്ങ കിടപ്പുണ്ടോ, മടല് ഉണങ്ങി നിപ്പുണ്ടോ, അത് വന്ന് തലേ വീഴാൻ ചാൻസ് ഉണ്ടോ, വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴാണേലും നമ്മൾ നോക്കും, ഇനി എന്തെങ്കിലും ഈ വണ്ടിയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ടോ. ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സ്ഥലം മാറ്റിയിടും. ഇവിടെ വചനം പറയുന്നൊരു കാര്യം, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലേ വന്ന് വീഴും. പറയുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാം, സൽപ്രവൃത്തികൾ. ശരിക്കും നമ്മള് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സമ്പന്നരായി മാറണം എന്നാണ് ദൈവവചനം. നിങ്ങൾ 1 തീമോത്തി 6:18 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 തീമോത്തി 6:18 സൽപ്രവൃത്തികളിൽ സമ്പന്നരായിട്ട് മാറണം. നമ്മുടെ ബാങ്ക് ബാലൻസ് കൊഴിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൽപ്രവൃത്തികൾ ചെയ്ത് സമ്പന്നരായിട്ട് മാറുക. അതാണ് ഒരു ക്രിസ്ത്യാനി ലക്ഷ്യം വെക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം മറന്നിട്ട് എങ്ങനെയെങ്കിലും 10 കാശൂടെ ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക, ആ ഒരു ചിന്തയിൽ വേണേ നമുക്ക് കഴിയാം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം സൽപ്രവൃത്തികളിൽ സമ്പന്നരാകും. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം എടുത്താൽ, പ്രഭാഷകൻ 42:20 കർത്താവ് കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യാം, വേണമെങ്കിൽ ചീത്ത പ്രവൃത്തി ചെയ്യാം. അതുകൊണ്ടാണ് പ്രഭാഷകൻ 42:20 നമ്മളിങ്ങനെ വായിക്കുന്നത്, നല്ലതോ ചീത്തയോ ആയ നിന്റെ സകല ചിന്തകളും പ്രവൃത്തികളും ദൈവം അറിഞ്ഞിരിക്കും. ദൈവം അറിഞ്ഞിരിക്കും. പ്രഭാഷകൻ 42:20 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. പറയുകൊണ്ട് നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ വാക്കുകളോ ദൈവത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം, സഭാപ്രസംഗൻ അവസാനത്തെ അധ്യായമാണ്. 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതേ സന്ദേശം, നല്ലതോ ചീത്തയോ ആയ നിന്റെ എല്ലാ പ്രവൃത്തികളും വിധി ദിവസം നീതിപീഠത്തിൽ ദൈവം കൊണ്ടുവന്നിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളെയും പിന്നീട് ഒരിക്കൽ നമ്മളൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും. നീ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങളാകട്ടെ, സകലതും നല്ലതും ചീത്തയും നീതിപീഠത്തിന്മേൽ വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നമുക്ക് അശ്രദ്ധയോടെ ഒരുപാട് ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാം, മോഹത്തോടു കൂടി നമുക്ക് ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്യാം. പക്ഷെ അതെല്ലാം നമ്മൾ തന്നെ നേരിടേണ്ടി വരും. അതിൻ്റെയൊക്കെ ഫലം നമ്മൾ തന്നെ നേരിടേണ്ടി വരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരു വചനഭാഗം നമുക്ക് എടുക്കാവുന്നത് നിയമാവർത്തനം 30:15. നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. നിയമാവർത്തനം 30:15 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ മുമ്പിൽ നന്മയുണ്ട് തിന്മയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മ തിരഞ്ഞെടുക്കുമ്പോൾ നീ ജീവൻ തിരഞ്ഞെടുക്കുന്നു, തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ നീ മരണം തിരഞ്ഞെടുക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിനക്ക് നന്മ വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം, തിന്മ വേണമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. മറ്റൊരു വചനഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. അതിന്റെ 4-ാമത്തെ വചനത്തിൽ നിന്നും 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അർത്ഥം കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 4-ാമത്തെ വചനം പറയാണ്, നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ജഡത്തിൽ ജീവിക്കാം, നിനക്ക് വേണമെങ്കിൽ ആത്മാവിൽ ജീവിക്കാം. ഇതിലേത് വേണം നീ തിരഞ്ഞെടുത്തോ.
നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇതിൽ ഏത് വേണേലും തിരഞ്ഞെടുക്കാം. 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ തിരഞ്ഞെടുക്കുന്നതിനെ നീ അഭിമുഖീകരിക്കേണ്ടി വരും. 13-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ജഡികരായി ജീവിച്ചാൽ തീർച്ചയായും മരിക്കും. അപ്പൊ ജഡത്തിലുള്ള നമ്മുടെ ജീവിതം അവിടെ കൊണ്ടെത്തിക്കും, മരണത്തിൽ. എന്നാൽ ജഡിക പ്രവണതകളെ വേണ്ടവർക്ക് ആത്മാവിനാൽ നിഹനിക്കാൻ പറ്റും. അതിനാണ് കർത്താവ് പറഞ്ഞത്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ പറ്റും. മനസ്സ് വെച്ചാൽ. ഇന്ന് മനസ്സ് വെക്കാത്തതാണ് പലരുടെയും പ്രശ്നം. ഇങ്ങനെ അങ്ങ് പോട്ടെ. ഈ തിന്മ ഒഴിവാക്കി നിത്യജീവനിലേക്ക് എത്താനായിട്ട് മനസ്സ് വെക്കാതിരിക്കുന്ന അവസ്ഥ. മനസ്സ് വെച്ചാൽ നിനക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേണ്ടവർക്ക് ആത്മാവിനാൽ ജഡിക പ്രവണതകളെ നിഹനിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ലഭിക്കും. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പറയുണ്ട്, നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ സെലക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രവൃത്തികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കാം, നന്മ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കാം, ഇത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ വെളിച്ചത്തില് പ്രവൃത്തികളെ നേരെയാക്കിക്കൊണ്ടുള്ള ഒരു മാനസാന്തരം, ഒരു പ്രാർത്ഥനാ ജീവിതം, അത് നമുക്ക് വേണം. അതാണ് മാലിന്യം മാറ്റിക്കൊണ്ടുള്ള ക്ലീനിങ്. മാലിന്യം മാറ്റാതെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, ഞാനിപ്പോ ക്ലീൻ ആണ് കേട്ടോ, ഞാൻ സംസാരിക്കാൻ പോയായിരുന്നു കേട്ടോ, ഞാൻ ധ്യാനം കൂടാൻ പോയായിരുന്നു, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, എനിക്ക് വേണേ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷേ എൻ്റെ പ്രവൃത്തികളെ നേരെയാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് വചനഭാഗങ്ങൾ നമുക്ക് എടുക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വചനഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വചനങ്ങളെല്ലാം പറയുന്നത് എന്താണെന്നറിയോ? നിന്റെ ചീത്ത പ്രവൃത്തിക്ക് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നീ ചീത്ത പ്രവർത്തിച്ചത് വല്ലവരും കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രധാനപ്പെട്ടത്. അതല്ല പ്രധാനപ്പെട്ടത്. നിന്റെ ചീത്ത പ്രവൃത്തിക്ക് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഒരു ചിന്ത പോലും കർത്താവ് അറിയാതെ പോകില്ല, ഒരു വാക്കും കർത്താവ് കേൾക്കാതെ പോകില്ല. പതിവുണ്ട്, ഞാൻ ചീത്ത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് അറിഞ്ഞിട്ടുണ്ട്. ഒരു ചീത്ത പ്രവൃത്തിയും അതിനുള്ള ശിക്ഷ കിട്ടാതെ പോകത്തില്ലെന്നാണ്. അപ്പൊ ഈ ശിക്ഷ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവര് ആ ചീത്ത പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കണം. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം, അപ്പൊ കാര്യം മനസ്സിലാവും. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വചനം. ഒരുപാട് പ്രാർത്ഥനയും സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ. അവരെ ജഡമോഹം പിടികൂടി. അപ്പൊ അവർക്ക് സൂസന്നായുടെ സൗന്ദര്യം ആസ്വദിക്കണം. ഇനി അതിന് അവരുടേതായ രീതിയിൽ നീങ്ങിക്കഴിഞ്ഞപ്പോൾ, അവൾ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാൻ നോക്കി. അവസാനം അവളെ കൊലക്കളത്തിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു രണ്ടുപേരും കൂടെ. ഇനി അവരെ ദാനിയേൽ ഓരോരുത്തരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കൂടെ ദാനിയേൽ പറഞ്ഞ ഒരു കാര്യം ദാനിയേൽ 13:55 വായിച്ചാൽ കാണാൻ പറ്റും. ദാനിയേൽ പറഞ്ഞ എങ്ങനെയാണ്? നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. നോക്കണേ, നുണ പറഞ്ഞാൽ, കള്ളത്തരം കാണിച്ചാൽ, ഉടായ്പുമായിട്ട് നടന്നാൽ എന്ത് സംഭവിക്കാമെന്ന്. നിന്റെ നുണ, നീ നുണ കൊണ്ട് ഒരു പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവൻ അപഹരിക്കാൻ നോക്കിയില്ലേ? നിന്റെ നുണ നിന്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. അത് വചനത്തിൽ ഇങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കണേ, ഞാൻ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അപ്പൊ അറിവുണ്ട്, ഈ പാപം അത് എത്ര ഗൗരവമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധിക്കും. ഈ ദാവീദിന്റെ കാര്യം എടുത്താൽ,
11-ാം അധ്യായത്തിലാണ് ദാവീദ് ഉറിയായുടെ ഭാര്യ ബത്ശീബയെ പ്രാപിച്ചു. അവൾ ഗർഭിണിയായി. അവസാനം ആ ഗർഭം ഉറിയായുടെ തലയിൽ വെക്കാൻ നോക്കി, നടന്നില്ല. അവസാനം ഉറിയായെ കൊല ചെയ്യാനുള്ള അതിനുള്ള പദ്ധതികൾ ഏർപ്പെടുത്തി. നമ്മൾ കാണുകയാണ് ദാവീദിന്റെ മുമ്പിൽ ദൈവം അവന് കൊടുത്ത ഒരു വാണിംഗ്. നീ ഈ പ്രവൃത്തി ചെയ്തത് കൊണ്ട് നീ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നീ ഇത് ചെയ്തത് രഹസ്യമായിട്ടാണ്. ദാവീദ് ബത്ശീബയെ പ്രാപിച്ചത് വേറെ ആരും കണ്ടില്ല, രഹസ്യമായിട്ടാണ്. പക്ഷേ ദാവീദിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഭാര്യയെ നിന്റെ തന്നെ മകൻ പരസ്യമായിട്ട് പ്രാപിക്കും. അയ്യോ, ഇത് സംഭവിച്ചത് കാണാൻ സാധിക്കും. നിങ്ങൾ 2 സാമുവേൽ 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം വായിച്ചാൽ മതി. അല്ല, ഓപ്പൺ എയർ പോലത്തെ ഒരു സ്ഥലത്ത് അവന് സ്ഥലമൊരുക്കി കൊടുത്തു. ദാവീദിന്റെ ഉപനാരികളെ പട്ടാപ്പകലവൻ പ്രാപിച്ചു. രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യത്തിന് ഇവിടെ കാണുകയാണ് അവന് കിട്ടിയ ശിക്ഷ അത്ര ചെറുതൊന്നും അല്ലായിരുന്നു. പറയുണ്ട്, നിന്റെ വ്യാജം, നിന്റെ നുണ, അത് നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സംഖ്യയുടെ പുസ്തകം 32 23-ാമത്തെ വചനം എടുത്താൽ, സംഖ്യ 32-ന്റെ 23 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നടക്കണ വഴിയൊക്കെ എന്തോ ഒരു നിഴൽ എൻ്റെ പുറകെ വരുമ്പോൾ. അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനത്തെ ചില ബന്ധനങ്ങളെ നേരിടുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അപ്പൊ നീ ചിന്തിച്ചേ, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് എന്തൊരു അസ്വസ്ഥത ഉണ്ടാക്കും. നിന്റെ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പറയുണ്ട്, പാപത്തിന് നമ്മള് കൂസലില്ലാതെ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ അതുമൂലം വരാവുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരായിരിക്കണം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതുപോലെ തന്നെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ് ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വചനഭാഗം. ഗലാത്യർ 6:7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കപ്പയിട്ട കപ്പ പറിച്ചെടുക്കാം, ചേമ്പ് ഒഴിച്ചു വെച്ചാൽ ചേമ്പ് പറിച്ചെടുക്കാം, നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യാം. ഇത് പറഞ്ഞ പോലെ നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, റോമ 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം സൂചിപ്പിക്കുന്നത് പോലെ, ജഡത്തിനായി വിതച്ചാൽ നിനക്ക് വേണമെങ്കിൽ ജഡത്തിൽ ജീവിക്കാം, വേണമെങ്കിൽ ആത്മാവിൽ ജീവിക്കാം. ഇനി അതിന്റെ റിസൾട്ട് ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ആത്മാവിനായി നിഹനിക്കുന്നവർക്ക് ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കാൻ പറ്റും. അപ്പേ നമ്മള് എന്തിലാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ആ ലക്ഷ്യബോധം നമുക്കില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകും. അത് പിന്നെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, നമുക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഏറ്റുമാനൂര് ചെല്ലണം. ആ ലക്ഷ്യത്തോടു കൂടി ഞാൻ കാര്യസ്ഭവനിൽ നിന്ന് വണ്ടിയെടുത്ത് ഗേറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഞാൻ വലത്തോട്ടേ പോകത്തുള്ളൂ. കാരണം ഏറ്റുമാനൂർ അവിടെയാ. അതുകൊണ്ട് ഇറങ്ങിയാൽ ഞാൻ റൈറ്റ് ടേൺ എടുത്ത് ഏറ്റുമാനൂർക്ക് പോകും. ഞാൻ ലെഫ്റ്റിലേക്ക് പോയാൽ വല്ല നീണ്ടൂർക്ക് പോകാനുള്ളവർക്കാണ് എളുപ്പം. കാരണം ഇത് ഓപ്പോസിറ്റാ. ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യമില്ലാതെ, ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മാർഗം തെറ്റും. എങ്ങനെയെങ്കിലും ഈ ലക്ഷ്യമില്ലാതെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരെ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് തോന്നുന്നിടത്തേക്ക് വണ്ടി ഓടിച്ചു പോകും. ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ജഡത്തിനായി വിതയ്ക്കത്തില്ല. നമ്മളെപ്പോഴും ആത്മാവിനായി വിതയ്ക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെയുള്ളവർക്ക് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കാൻ പറ്റും. അല്പം കൂടി ശക്തമായ ഭാഷയിൽ ദൈവം സംസാരിക്കുന്ന ഒരു വചനമാണ് സുഭാഷിതങ്ങൾ 22-ന്റെ 8-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 22-ന്റെ
8-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. ചിലരുടെ ജീവിതത്തിൽ അനർത്ഥം വരുന്നത്, അത് പറഞ്ഞ് അവർ ഭയങ്കര അസ്വസ്ഥപ്പെടുന്നത് കാണാൻ പറ്റും. അനർത്ഥം വരുന്നത്. ഇനി ചിലരുടെ മനസ്സിലിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഇഫക്റ്റും ഇല്ല. പ്രാർത്ഥിച്ചവർക്ക് ഒരു ശക്തി ഇല്ലാഞ്ഞിട്ടോ മറ്റും. ജീവിതത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അനീതി വിട്ടിട്ടില്ല. അനീതി വിതച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം, അനീതി വിതച്ചാൽ അനർത്ഥം കൊയ്യേണ്ടി വരും. ഇത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുണ്ട്, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനീതി വിതയ്ക്കരുത്. ഒരു വിധത്തിലുമുള്ള അനീതിക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. അങ്ങനെയുള്ളവരെ അനർത്ഥത്തിൽ നിന്നും ഒഴിവാക്കപ്പെടും. അതാണ് സുഭാഷിതങ്ങൾ 22-ന്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഹോസിയായുടെ പുസ്തകം 8-7 വായിച്ചാൽ ഇതൊക്കെ പാടാറുള്ള പഴയൊരു പാട്ടാണ്, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന. ഇത് ഈ വചനഭാഗം കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഹോസിയ 8-7 പറഞ്ഞിരിക്കുകയാണ്, കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ്, കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും. യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 11 മുതൽ വായിച്ചാൽ, യെശയ്യ 33-11 മുതൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ ദൈവത്തോട് അവിശ്വസ്തത കാട്ടിയതിനാൽ നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. എന്തൊരവസ്ഥയായിരിക്കും? ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ വൈക്കോലാ വരുന്നത്. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. എപ്പോഴാ? ദൈവത്തോട് അവിശ്വസ്തത കാട്ടി ജീവിക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ശിക്ഷ എന്ന നിലയിൽ കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് തുടർന്ന് വായിച്ചാൽ അതിനേക്കാൾ പേടിപ്പിക്കുന്ന കാര്യമാണ്, നിന്റെ നിശ്വാസം നിന്നെ ദഹിപ്പിക്കും. ഞാൻ ശ്വാസം വിടുമ്പോൾ അത് എന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ശ്വാസം വിടാതിരിക്കാൻ പറ്റും? അതും പറ്റില്ല. നിന്റെ നിശ്വാസം നിന്നെ ദഹിപ്പിക്കും. അതാണ് വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. സുഭാഷിതങ്ങൾ 26-ന്റെ 27-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 26-ന്റെ 27-ാമത്തെ വചനം പറയാറുണ്ട്, പൊട്ടനെ കുഴി ചാടിച്ചാൽ അവനെ ചാട്ടം കുഴി ചാടിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ? സുഭാഷിതങ്ങൾ 26-ന്റെ 27, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. എന്നിട്ട് പറയാണ്, താൻ ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ വീഴും. വേറെ ആരാണ്ടോ തലയെ കൊണ്ട് ഉരുട്ടിയിടാൻ വേണ്ടി പോയതായിരിക്കാം, അത് അങ്ങോട്ട് പോകാതെ തൻ്റെ തന്നെ തലയിൽ വീഴും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ വലിയ വിനയ്ക്ക് കാരണമാകും, വലിയ നാശത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. യെശയ്യാ 33-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ 33-ന്റെ 1-ാമത്തെ വചനം, നീ ആരെയെങ്കിലും വഞ്ചിക്കാൻ പ്ലാനിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, വഞ്ചന, ഇത് കർത്താവ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. വഞ്ചന, അതേത് രീതിയിലുള്ള വഞ്ചനയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. അതിനുള്ള പദ്ധതികളൊക്കെ മെനയാനുള്ള ശക്തി കർത്താവിനുണ്ട്. അതങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആഹാബ് രാജാവ് വഞ്ചിക്കപ്പെട്ട് ഒരു യുദ്ധത്തില് അവന് മരണത്തിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അവൻ 100-400 പ്രവാചകന്മാരോട് ചോദിച്ച് അവര് പ്രാർത്ഥിച്ച് സന്ദേശമൊക്കെ കൊടുത്തതാണ്. പക്ഷേ ദൈവം സൂചിപ്പിച്ചൊരു കാര്യം, ആഹാബ് മരിക്കണം. കാരണം അവൻ ഒരു പ്രാവശ്യം കരുണ ലഭിച്ചവൻ. എന്നിട്ട് അതെല്ലാം മറന്ന്, നിങ്ങൾ 1 രാജാക്കന്മാർ 21-ന്റെ 27 വായിച്ചു കഴിഞ്ഞാൽ ദൈവം മനസ്സ് മാറ്റി ആഹാബിന്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിട്ടതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൻ വീണ്ടും അവിശ്വസ്തത കാണിച്ചു. ദൈവാശ്രയത്വം വിട്ടിട്ട് അവൻ മനുഷ്യശക്തിയിൽ
ആശ്രയിച്ചു. മറ്റൊരു രാജാവിനെ കൂട്ടുപിടിച്ച് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു, റാമോത്ത് ഗിലിയാദിനെതിരെ. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ആഹാബ് ഇതിന് ശിക്ഷിക്കപ്പെടണം. ഉടനെ ആരിതിന് തന്ത്രമൊരുക്കുമെന്ന് ചോദിച്ചപ്പോഴേ ഒരു ദൂതൻ വന്ന് പറയാം, ഞാൻ ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയോ? നിങ്ങൾ 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 21 മുതൽ വായിച്ചാൽ അവിടെ കാണാൻ പറ്റും. ദൂതൻ പറഞ്ഞു, ഞാൻ പ്രവാചകന്മാരുടെ അധരത്തിൽ നുണയുടെ ദുരാത്മാവിനെ കുടിയിരുത്തും. അങ്ങനെ ഇരിക്കും. നമ്മളൊക്കെ പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയണത് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കും. പക്ഷെ ചിലപ്പോഴേ അവരിലൂടെ പോലും ദൈവം ചിലപ്പം വ്യാജം നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലെ വ്യാജം. നമ്മള് ശരിയായ രീതിയിൽ ജീവിക്കാത്തത് കൊണ്ട് അതിനൊരു ശിക്ഷയായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ഏർപ്പാട് ചെയ്യുന്നത്. പറയുണ്ട്, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിഷ്കളങ്കരായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നു എന്നാണ് വചനം പറയുന്നത്. അതൊക്കെ വിട്ടിട്ട് നമ്മൾ വ്യാജം സ്വീകരിച്ച് ഈ കള്ളത്തരോ ഉടായ്പൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കെണികളിൽ നമ്മൾ ചെന്നുപെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുകയാണ് ജെറമിയ 21:12 വചനം വായിച്ചാൽ, ജെറമിയ 21:12 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദുഷ്പ്രവൃത്തി മൂലം എൻ്റെ തീ ആളിക്കത്തും. ദുഷ്പ്രവൃത്തി ചെയ്താൽ, ദുഷ്പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കർത്താവ് പറയാണ്, എൻ്റെ തീ ആളിക്കത്തും. എന്നിട്ട് പറയാണ്, ആർക്കും അത് കെടുത്താൻ പറ്റില്ല. ഈ തീ കത്തിയാൽ നമ്മളൊരു ബക്കറ്റ് വെള്ളമൊക്കെ ആയിട്ട് ചെന്നാലൊന്നും അത് കെടുത്താൻ പറ്റത്തില്ല. പറയുണ്ട്, ദുഷ്പ്രവൃത്തി അവസാനിപ്പിച്ച് സൽപ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും. സുഭാഷിതങ്ങൾ 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം എടുത്താൽ, സുഭാഷിതങ്ങൾ 17:13 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവരുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അനർത്ഥം ഒഴിയത്തില്ല. നമുക്കൊരാളിൽ നിന്നും ഉപകാരം ലഭിച്ചിട്ട് അതെല്ലാം മറന്ന് അപകാരം ചെയ്യുന്ന അവസ്ഥ, അതൊരു ദുഷ്പ്രവൃത്തിയാണ്, നന്ദികേടാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം ഒഴിയത്തില്ല. അത് വളരെ ഒരു അപകടകാരിയായിട്ടുള്ള പരിതാപകരമായ ഒരു അവസ്ഥയാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ, എസെക്കിയേൽ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം, നിന്റെ ദുഷ്പ്രവൃത്തി മൂലം ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും. കർത്താവ് വചനത്തിൽ പറയാണ്, നിന്റെ ദുഷ്പ്രവൃത്തി മൂലം ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്തിരിക്കും. കാരണം നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതമായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഒരു മുഖ്യദൂതന്മാരിൽ ഒരാളായ ലൂസിഫർ. ലൂസിഫറിന് എന്നാ സംഭവിച്ചേ? നിങ്ങൾ യെശയ്യാ 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ വായിച്ചാൽ മതി. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ വെട്ടി വീഴ്ത്തപ്പെട്ടു. ഉന്നതത്തിൽ വസിച്ചിരുന്ന നീ എങ്ങനെ താഴേക്ക് വലിച്ചെറിയപ്പെട്ടു. വെട്ടി താഴേക്ക് ഒരു ഏറ് കൊടുത്തുന്നു. അത് ആരെയാ? നമ്മളെക്കാളൊക്കെ വളരെ വളരെ മഹനീയമായ സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന ഒരു ദൂതന്റെ കാര്യമാണെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിന്റെ ദുഷ്പ്രവൃത്തി മൂലം ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും. ഒരു ദുഷ്പ്രവർത്തിക്കും നമ്മൾ കൂട്ടുനിൽക്കണം. ഒരു ദുഷ്പ്രവർത്തിക്കും നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 30-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനം കൂടി എടുത്താൽ, സുഭാഷിതങ്ങൾ 30:31 ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാവും. ചിലർ എക്സ്പെർട്ടാണ് കലഹം ഉണ്ടാക്കാൻ.
ഇനി അതിന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ, ഒരു കമന്റ് പറഞ്ഞോ, മറ്റൊരാളെ ചൊടിപ്പിച്ച് അങ്ങനെ കലഹം ഈ ഉണ്ടാക്കുന്ന, സൃഷ്ടിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഏജന്റായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാവും. നമുക്ക് ഈ മുൻകോപമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ ശാന്തത, അങ്ങനെയുള്ള കാര്യങ്ങൾ സമ്പാദിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ പല കലഹങ്ങളും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം.